യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, 2024 എന്ന വർഷത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം ഈ പ്രാർത്ഥനയിലും ദൈവവചന കേൾവിയിലും ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കോരോരുത്തർക്കും നൽകിയ വലിയ വിലപ്പെട്ട സമയത്തിനും അവസരത്തിനുമെല്ലാം ഈ സമയം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. നമുക്കതിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് കേൾക്കുന്ന ഒരു സങ്കീർത്തന വചനം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നൊരു വചനമാണ്. സങ്കീർത്തനം 100-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനം 100-ാം അധ്യായം 4-ാം വാക്യം: കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. സങ്കീർത്തനം 100-ാം അധ്യായം 4-ാമത്തെ വാക്യം എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് ആ കവാടങ്ങൾ കടക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, കൃതജ്ഞതാഗീതത്തോടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞൊരു വർഷക്കാലം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും നിയോഗ പ്രാർത്ഥനയിലൂടെയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും നമുക്കോർക്കാം. അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒത്തിരി നന്മകളുണ്ട്. അതിനെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും കാത്തു പരിപാലിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ കഴിഞ്ഞ ഒരു വർഷം പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, വിവിധ സഭകളിൽപ്പെട്ട ആളുകളായിരിക്കാം, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പുതിയൊരു വർഷം 2025 എന്ന വർഷം നമുക്ക് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു വർഷമായിരിക്കട്ടെ, ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ, നാളുകളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ഓരോ ദിവസവും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റം, അതിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സാമ്പത്തികത്തിൽ, നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവവചനം ദിവസവും കേട്ട് പ്രാർത്ഥിച്ചതിൻ്റെ മാറ്റം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശക്തമായി കാണാനും അറിയാനും കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള എത്രയോ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ പറയുവാനുമുണ്ട്. അതെല്ലാം അതിൻ്റെ അർത്ഥം ഈ ശുശ്രൂഷയെ സ്വർഗത്തിലെ ദൈവം അത്ഭുതമാക്കുന്നു എന്നാണ്, അനുഗ്രഹമാക്കുന്നു എന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അത് ദൈവീക ഇടപെടലിന് കാരണമാകുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം ഈ വർഷത്തിൻ്റെ അവസാന ദിവസം ഓർമ്മിപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. പുറപ്പാട് 19:20. കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു, ക്ഷണിച്ചു. ദൈവം മോശയെ ക്ഷണിച്ചു, മലമുകളിലേക്ക് വിളിച്ചു. അവൻ കയറി ചെന്നു. ദൈവത്തിൻ്റെ ഒരു വിളി. 2025 ഒരനുഗ്രഹത്തിൻ്റെ വർഷമാകാൻ, അല്ലെ ഒരു നന്മയുടെ ദിനങ്ങളാകാൻ ദൈവം നമ്മളെ വിളിക്കുവാണ്.
ദൈവം നമ്മെ ക്ഷണിക്കുന്നൊരു ദിവസമാണ്. 2025, അതായത് നാളെ മുതൽ 1, 2, 3 തീയതികളിൽ രാവിലെ 5:30 ഇന്ത്യൻ സമയം 5:30 നിയോഗ പ്രാർത്ഥന ആരംഭിക്കുവാണ്. അതായത് അതിൻ്റെ ഒരു നിയോഗം ഇതാണ്: എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമായ 3 കാര്യങ്ങൾ, 3 നിയോഗങ്ങൾ സാധിച്ചു തരണമേ ഈ വർഷം. എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ആയുസ്സിന്, ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുവാണ്. 1, 2 ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ മോശയെ മലമുകളിലേക്ക് ദൈവം ക്ഷണിച്ചതുപോലെ നമ്മളെ പ്രാർത്ഥിക്കാനായി ദൈവം ക്ഷണിക്കുന്നു. നമുക്ക് ആ ഒരു നിയോഗത്തിൽ കയറി ചെല്ലാം. ആ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കാൻ ഇടവരട്ടെ. 2 കാര്യങ്ങളാണ് ഇന്ന് കേട്ടത്. 1, ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത ഒരു വർഷം ഞങ്ങളുടെ കൂടെ ആയിരുന്ന, പരസ്പരം വചനങ്ങൾ ഷെയർ ചെയ്ത, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. അതോടൊപ്പം ഒരു ക്ഷണം കൂടിയാണ്. 2025 ജനുവരി മാസം മുതൽ ദൈവവചനം കേൾക്കുവാനുള്ള ഒരു ക്ഷണം, അനുഗ്രഹത്തിലേക്ക് ദൈവം വിളിക്കുന്നൊരു വിളി, ഒരു ക്ഷണം കൂടിയാണ്. അത് നന്മയ്ക്കാക്കി മാറ്റുകയാണ്. ആഗ്രഹിക്കുന്നവരും അതിനായി ഒരുങ്ങുന്നവരും എല്ലാവരെയും പ്രത്യേകം ഓർക്കുകയാണ്. ഈ ഒരു ദിവസം അനുഗ്രഹമാകുന്നു. പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസമാണ് നാളെ. ആദ്യ ദിവസം കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറക്കാൻ ഇടവരട്ടെ. ഈ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിന്, കുടുംബത്തിന്, സാഹചര്യങ്ങൾക്കൊക്കെയും മാറ്റം കൊണ്ടുവന്ന് തരുന്ന വിധത്തിലുള്ള അനുഗ്രഹമായി മാറട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം നിറയട്ടെ, ദൈവം നൽകുന്ന സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതം നിറയട്ടെ. ഓരോ ദിവസവും അനുഗ്രഹമാക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയാം. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കുന്നു. നാളെ മുതൽ നിയോഗ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഈ വർഷം 2025 എന്ന വർഷം ഒത്തിരി പ്രാധാന്യമുള്ളൊരു വർഷമാണ്. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയുന്നൊരു വർഷമാക്കി മാറ്റണമേ. കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് ഒരുമിച്ച് വചനം കേൾക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. സമയത്ത്, സാഹചര്യത്തെല്ലാം നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. അങ്ങയുടെ അനുഗ്രഹത്തിന് നന്ദി. സർവ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഈശോയുടെ നല്ല ആശീർവാദം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2024 എന്ന വർഷത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സകല സപ്പോർട്ടുകൾക്കും, പ്രാർത്ഥനയ്ക്കും, പ്രോത്സാഹനത്തിനും, നല്ല വാക്കുകൾക്കും എല്ലാം ഒരുപാട് നന്ദി. ഈ അനുഗ്രഹ ആലയത്തിൽ നിന്നുകൊണ്ട്, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഈ ഒരു അൾത്താരയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുന്നു, നിങ്ങളുടെ കുടുംബത്തോട് പറയുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തവരുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ 100ഉം 500ഉം 1000ഉം പേർക്കിത് രാവിലെ എഴുന്നേറ്റ് അത് കേൾക്കുന്നതോടൊപ്പം പങ്കുവയ്ക്കുന്നവരുണ്ട് വചനത്തെ. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ ചെയ്തത് ദൈവ ശുശ്രൂഷയാണ്. നിങ്ങളിലൂടെ അനേകർ കേട്ടത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളിലൂടെ അനേകർ അനുഭവിച്ചത് ദൈവം നൽകിയ സമാധാനമാണ്, സന്തോഷമാണ്. അത് വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊരു നന്മയാണ്. നന്ദിയോടെ നിങ്ങളെ ഓർക്കുന്നു. തുടർന്നുള്ള പുതിയ വർഷത്തിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനകൾ ഈ ആലയത്തിലുണ്ട്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞൊരു വർഷക്കാലം വചനം കേട്ട് പ്രാർത്ഥിച്ച, അങ്ങയുടെ വചനത്തോട് ചേർന്ന് നിന്ന, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെയും നിയോഗ പ്രാർത്ഥനയോടും കൂടെ നിന്ന എല്ലാവരെയും നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി നമ്മളെ സംരക്ഷിച്ചതിന് നന്ദി.
കാലുകളെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഒക്കെ പരിപാലിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സഹകരിച്ച, കൂടെ നിന്ന, ചേർത്തു നിർത്തിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ കുടുംബം, തലമുറ എല്ലാ അനുഗ്രഹമായി മാറട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ. 2025 ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ. എടുത്തു പറയത്തക്ക വിധം, ചൂണ്ടിക്കാണിക്കത്തക്ക വിധം ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നാളെ മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയെ ഓർക്കാം. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരെ ഓർക്കാം. അതൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകും. 3 ദിവസം 3 നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വർഷം തുടങ്ങുക. ഈ എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് ഈ വർഷം ദൈവം ചെയ്തു തരേണ്ട 3 നിയോഗം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ 3 കാര്യങ്ങൾ ഒരു നിയോഗം പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാധ്യമായ എല്ലാവരോടും പറയുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ കൃത്യം 5:30 നിയോഗ പ്രാർത്ഥനയാണ്. സാധ്യമായ എല്ലാവരെയും ചേർത്തു നിർത്തുക, അറിയിക്കുക. മറക്കാതെ ആ സമയം തന്നെ ഒരുമിച്ച് പങ്കെടുക്കാം. ഒരു നിയോഗത്തോടെ പങ്കെടുക്കാം. നിങ്ങളുടെ 3 നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ചായിരിക്കാം. നാളെ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. നാളെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നു. നാളത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ. ആമേൻ.